മണിക്ക് മുമ്പേ ഫുഡ് കൊടുത്തു കേട്ടോ. ഭയങ്കര ചൂടേ, സഹിക്കാൻ പറ്റുന്നില്ല. 2 ദിവസം കഴിയുമ്പോൾ മഴ പെയ്യുമെന്ന് ബംഗ്ലാ ന്യൂസിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ വായും തുറന്ന് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. കൊണ്ടുവന്നു ഒന്ന് ഇന്നലെയൊക്കെ നല്ല സൺഡേ ബാത്ത് ചെയ്തില്ല, അപ്പോൾ ഇന്ന് ഇത്തിരി മോഹവും പല്ലൊക്കെ കഴിച്ച് ഇങ്ങോട്ട് വന്നു കേട്ടോ. അന്നത് ഈ പൗഡർ ഇടാനൊക്കെ പോകുന്നു. അപ്പോൾ ഡെയിലി എൻ്റെ മോൻ്റെ ഫാൻസുകളുണ്ടല്ലോ, കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നവർ, അവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ ഗൈസ്, അപ്പോൾ അവൻ്റെ മെഡിസിൻസും ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ അവൻ്റെ പൗഡറിൻ്റെ കളിയാണ് കേട്ടോ. ഇത് കണ്ടോ, തീർന്നിട്ടില്ല. അതിന് മുമ്പ് ഞാൻ വേറെ മേടിച്ചോണ്ടെന്ന് കേട്ടോ. അവന് എപ്പോഴും ഞാൻ പറയുന്ന എക്സറ്റിക് പൗഡറാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ ഇടയ്ക്കൊന്ന് ചേഞ്ച് ആക്കും കേട്ടോ, അവിടെ കടയിലില്ലയെന്നുണ്ടെങ്കിൽ. പക്ഷെ ഡോക്ടർ പറഞ്ഞത് ഈ പൗഡറാണ് ഇടാൻ കേട്ടോ. അപ്പോൾ അവൻ്റെ മരുന്നൊക്കെ ഓർഡർ ചെയ്തപ്പോൾ എക്സറ്റിക് പൗഡർ അവിടെ ഇല്ലായിരുന്നു, കിട്ടി. ഇപ്പം നേരത്തെ എന്ന് പറഞ്ഞാൽ ഈ കളറിലാണ് കേട്ടോ, ഇപ്പോൾ കമ്പനി ഈ കളറിലാക്കി. അപ്പോൾ അത് കിട്ടി. അപ്പോൾ പൗഡറിൻ്റെ കളിയാട്ടോ. ഇതിപ്പോൾ 2 ദിവസത്തിന് മുമ്പ് പുതിയത് മേടിച്ചോ. ഇതും അതുപോലത്തെ തന്നെയാണ്, കമ്പനി വ്യത്യാസമൊന്നേ ഉള്ളൂ. പൗഡറൊക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും തീർന്നിട്ടും ഇല്ല കേട്ടോ. ഇതൊക്കെയാണ് അതേ അവൻ്റെ പൗഡർ ഒരുപാടിരിക്കും, തീർന്നിട്ടില്ല. അപ്പോൾ അവൻ്റെ അച്ഛൻ പറയുന്നതാണ്, എന്തോരം പൗഡർ മേടിക്കും, ഒരെണ്ണം തീർന്നിട്ട് മേടിക്കുന്നേ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എക്സറ്റിക് ഇല്ലാത്തതുകൊണ്ട് തൽക്കാലത്തേക്ക് മേടിച്ചുകൊണ്ട് വന്നതാണ്. അതിൻ്റെ മെഡിസിൻസൊക്കെ അവിടെ കിട്ടുന്നില്ലായിരുന്നു, അപ്പോൾ അതൊക്കെ കിട്ടി. അത് മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഞങ്ങൾ 2 ബോട്ടിൽ മേടിച്ചു. അപ്പോൾ 2 മാസത്തേക്ക് ഇരിക്കട്ടെ, എപ്പോഴെപ്പോഴും ചെന്ന് ചോദിച്ചാൽ അവിടെ കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഓർഡർ കൊടുക്കണം. അപ്പോൾ 2 എണ്ണം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അവൻ്റെ മരുന്നുകളൊക്കെ. പിന്നെ ഗൈസ്, വേറൊരു കാര്യമെന്ന് വെച്ചാൽ, ഇത് ഇന്നലെ അവനൊരു പ്രോട്ടീൻസ് മേടിച്ചുകൊണ്ടെന്ന് ഞങ്ങൾ കുറച്ച് പൊട്ടിച്ച് കൊടുത്തു. ചെറിയ പാക്കറ്റ് മേടിച്ചത് കഴിക്കൂ ഇല്ലേന്ന് നോക്കാനായിട്ടോ. ഇത് നമ്മുടെ ഹ്യൂമൻ ഗ്രേഡ് ചിക്കനാണ്. അപ്പോൾ ഇത് കഴിക്കോ ഇല്ലേന്ന് നോക്കാൻ വേണ്ടി ചെറുത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമൊന്നും കഴിച്ചില്ല, പിന്നെ കഴിച്ചു കേട്ടോ. കഴിക്കണമെങ്കിൽ മാത്രം, ഇതിൽ പ്രോട്ടീൻസ് ഉണ്ട് നല്ലവണ്ണം, കഴിക്കണമെങ്കിൽ മാത്രം ഇത്ര വലിയ പാക്കറ്റ് മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതാണ്. പിന്നെയെന്ന് വെച്ചാൽ ഇവന് പണ്ടത്തെ ബ്രഷും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ നമ്മൾ തേച്ച് ബ്രഷ് ഇവൻ്റെ വായിൽ വെച്ച് കൊടുത്താൽ അത് ഇങ്ങനെ കടിച്ച് ഒരു ഇതാക്കും. ഇതാണ് പേസ്റ്റ് കേട്ടോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു തേക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഇത് ഇടയ്ക്ക് ഈ പേസ്റ്റ് ഒന്ന് വായിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ മൗത്ത് ഫ്രഷും ഒക്കെ വരും. നമ്മൾ ചിക്കനൊക്കെ കൊടുക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവില്ലേ, സോ സ്ട്രോങ്. അപ്പോൾ ഇത് കണ്ടോ, ഇപ്പം ഞാൻ ചെറിയ ഫിംഗറിൽ ഗ്ലൗസ് ഇട്ടിട്ടാണ് ഇവന് പല്ല് തേപ്പിച്ച് കൊടുക്കുന്നത്. എൻ്റെ ഫിംഗറിൽ ഗ്ലൗസ് ഇട്ടിട്ട് ഞാൻ ഈ പേസ്റ്റ് ഇട്ടിട്ട് തേച്ച് കൊടുക്കുക. അതുകൊണ്ട് പുതിയ പേസ്റ്റ് മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ, പേസ്റ്റും ബ്രഷും. കാരണം ഇവ കുടിച്ചൊക്കെ കളഞ്ഞുകൊണ്ട് പുതിയ പേസ്റ്റ് മേടിച്ചുകൊണ്ട് വന്നു. ഇത് പഴയതാണേ, ഇതിലും ഉണ്ട് കേട്ടോ കുറച്ച്. അപ്പോൾ ഞങ്ങൾ പുതിയത് ഇന്നലെ ഒന്ന് മേടിച്ചു. അത് തീരാറായല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്നലെ ഒന്ന് മേടിച്ചു. അപ്പോൾ കാണിച്ചു തരാം കേട്ടോ, പൊട്ടിച്ച് കാണിച്ചു തരാം. ഇത് കണ്ടോ ബ്രഷ്, ഇത് കണ്ടോ ബ്രഷ് പൊട്ടിച്ചിട്ടില്ല കേട്ടോ, ഇന്നലെ കൊണ്ടുവന്നാണ്. ഇത് ബ്രഷ്, ഇത് പേസ്റ്റ്, കണ്ടല്ലോ. ഇത് തേച്ച് ഇങ്ങനെയായി. നമ്മൾ വായിലിട്ട് തേക്കുമ്പോൾ ഇവ കടിച്ചു പിടിക്കും കേട്ടോ, അങ്ങനെയാക്കി. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ മോള് പുതിയ ബ്രഷും പേസ്റ്റ്, ഏതായാലും പേസ്റ്റ് തീരാറായി. അപ്പോൾ പുതിയത് മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. ഇങ്ങനെ ഇവൻ്റെ മെഡിസിൻസൊക്കെ ഒരുപാട് ഡെയിലി മേടിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ കുറച്ച് പേസ്റ്റ് എടുത്തിട്ട് എൻ്റെ ഒരു കയ്യിൽ വീഡിയോ ആയതുകൊണ്ടാണ് എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ കഴിക്കും കേട്ടോ. കാണിച്ചു തരാം. എടുത്തു, വായി കാണിച്ചപ്പോനോ. ഇന്ന് ഞാൻ അവന് കൊടുത്തത് 2 പൂവൻ പഴവും തൈരും ചോറുമാണ് കേട്ടോ. ഇവിടെ ഭയങ്കര ചൂടായിട്ട് എപ്പോഴെപ്പോഴും ചിക്കൻ ആഴ്ചയിൽ 3 ദിവസമേ കൊടുക്കുള്ളൂ. തണുപ്പാകുമ്പോൾ അവന് ഡെയിലി കൊടുക്കും. മുട്ടയും ഞാനിപ്പോൾ 2 ദിവസം കൂടുമ്പോഴാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മതി, വായ്ക്ക് സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ കൊടുക്കും, അവൻ കഴിച്ചോളും കേട്ടോ. അവനറിയാം, അവനിതിപ്പോൾ നമ്മൾ പല്ല് തേക്കുന്നൊക്കെ അല്ലേ, അപ്പോൾ അവരെ വായി കുപ്പിളിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനാണ്
ഇത് തരുന്ന. അപ്പോൾ അതെ കേട്ടോ. ഇരുന്നേ പൗഡർ ഇടട്ടെ മമ്മ. മോൻ്റെ ബ്രഷൊക്കെ കാണിച്ചു കൊടുത്തല്ലേ, മോൻ്റെ പഴയ ബ്രഷ് നേരത്തെ തേക്കണ ബ്രഷിൻ്റെ കോലവും ഇപ്പം മേടിച്ച ബ്രഷിൻ്റെ കോലമൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തല്ലേ പൊന്നു. എൻ്റെ അച്ഛൻ പറയുന്നത് എന്തോരം പൗഡർ മേടിക്കുക തീരട്ടെ. അതിന് മുമ്പ് നമ്മളെന്താണെന്നറിയാമോ, അവിടെ ചെല്ലുമ്പോൾ ഇവൻ്റെ ഒരു സാധനത്തിന് കുറയരുത്, ഇവൻ്റെ പൗഡറോ ഇവൻ്റെ മെഡിസിൻസോ ഇവൻ്റെ പേസ്റ്റിനോ ഒന്നും ഒരു കുറവ് വരരുത്. അപ്പോൾ തീരുന്നതിന് മുമ്പേ മോൾ എന്ത് ചെയ്യുന്നറിയുമ്പോൾ എല്ലാം മേടിച്ച് വെക്കും കേട്ടോ. അവിടെ പോകുമ്പോൾ എല്ലാം മേടിച്ച് വെക്കും. അതാണ് കാണുന്നത്. അതാണ് ഇപ്പോൾ ഒരു 3-4 പൗഡറായി. അപ്പം നമുക്ക് ഇപ്പോൾ കൊച്ചു കുട്ടികളുള്ളപ്പോൾ ടോയ്സൊക്കെ ഇഷ്ടംപോലെ മേടിക്കാൻ തോന്നൂലേ എന്ന് പറഞ്ഞ പോലെ ഇവനെ നമ്മുടെ മകനല്ലേ. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ പൗഡറൊക്കെ തീരുന്നതിന് മുമ്പ് അവൻ്റെ എല്ലാം സ്റ്റോക്കായിരിക്കണമെന്നാണ് നമ്മുടെ വീട്ടിൽ. പെഡിഗ്രി ആയിരുന്നാലും ബിസ്ക്കറ്റ് ആയിരുന്നാലും. അപ്പോൾ ഇതുപോലെ പ്രോട്ടീനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ മോള് എല്ലാ സാധനവും മേടിച്ചുകൊണ്ട് വരും കേട്ടോ. മോനും അങ്ങനെ തന്നെയാണ്. പൗഡറൊക്കെ ഇട്ടു. എവിടെ മോനു ആന്ന് കാണിച്ചേ, പല്ല് വെക്കട്ടെ മമ്മ, പല്ല് വെക്കട്ടെ, നോക്കട്ടെ പല്ല് വെക്കട്ടെ, നോക്കട്ടെ മമ്മ, പല്ല് നോക്കട്ടെ. ഇച്ചു പല്ല് കൊള്ളാം. ആ ഒന്നും കൂടെ കാണിച്ചേ മമ്മക്ക് പല്ല് വെച്ചിട്ട് പല്ല് നോക്കട്ടെ മമ്മ. എവിടെ നോക്കട്ടെ, പല്ല് നോക്കട്ടെ. ഇച്ചു നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഗൈസ് ഇവൻ്റെ ചൂടായത് കാരണം നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റൂല കേട്ടോ. അതാണ് ഭയങ്കര ചൂട് കേട്ടോ. കൊഞ്ചിപ്പോയി കളിക്കുന്നതാണ് കേട്ടോ. കൊഞ്ചി വെച്ചോ. ഓ എണീറ്റ് ഒരു ഹായ് പറഞ്ഞേ എല്ലാവർക്കും. പൊന്നു എണീറ്റ് ഇരുന്നിട്ടൊരു ഹായ് പറഞ്ഞേ. എല്ലാ ചേച്ചിമാർ, ചേട്ടന്മാർ, ആൻറ്റിമാർ, അങ്കിൾമാരൊക്കെ മോനെ കാണാൻ ആഗ്രഹിക്കുന്നു. ഓടി വാ. ഇന്ന് ഡാഡി ഉള്ളതുകൊണ്ട് ഭയങ്കര സന്തോഷമൊക്കെയാണ് കേട്ടോ. ഡാഡി തടവി കൊടുക്കുന്നത്. ഇങ്ങനെ ഡാഡിയുടെ പിറകെ നടന്നോളും. ഒരു ഹായ് ഇവിടെ ഈ കയ്യിൽ ഹായ്. ആ ഇന്ന് ഡാഡി ഉള്ളതുകൊണ്ട് ഭയങ്കര സന്തോഷം. ഹായൊക്കെ പെട്ടെന്ന് തന്നണ്ട കണ്ടോ. ഇപ്പോൾ ഡാഡിയുടെ കൂടെ കിടന്നോളും, ഡാഡിയുടെ കൂടെ ഇരുന്നോളും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഡാഡി ഇപ്പോൾ ഇവിടെ ഒരു ഓഫീസുണ്ട് അടുത്ത്. അപ്പോൾ ആ ഓഫീസിൽ പോയിട്ട് വരാനാണ് കേട്ടോ. ഇങ്ങനെ പിറകെ നടന്നോളും. എന്താ പോന്നോ AC ഇടണോ? എന്നാൽ മൂത്രം ഒഴിച്ചിട്ടൊക്കെ വാ. മൂത്രം ഒഴിച്ച് കാല് തുടപ്പിച്ചിട്ട് കയറ്റണേ. മൂത്രം ഒഴിച്ചിട്ട് വാ. ആ കൈയും കാലും തുടക്കട്ടെ. ഇവിടെ ഇരിക്കെ ബോഷ്. ആ ഇരിക്കെ മമ്മ നോക്കട്ടെ. കൈ തുടക്കട്ടെ. ആ കൈ കാണിച്ചതാ. ആ കൈ തന്നേ. കൈ തുടക്കട്ടെ. ഇച്ച ഗന്ധ. നോക്കട്ടെ ഇച്ചയൊക്കെ നോക്കട്ടെ മമ്മ. മൂത്രമൊക്കെ ഒഴിച്ചതൊക്കെ നോക്കട്ടെ. മൂത്രം ഒഴിച്ചതൊക്കെ തുടക്കണ്ടേ? റൂമിൽ പോക്കോ. AC ഇട്ട് തരാം. പോക്കോ. ആ പോ. ഇപ്പോൾ ഗൈസ് മൂത്രമൊക്കെ കഴിച്ചിട്ട് വന്ന് നമ്മൾ തുടച്ചകത്തേക്ക് കയറ്റി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. ഇന്ന് ഡാഡി ഉള്ളതുകൊണ്ട് ഡാഡിയുടെ കൂടെ ഇരുന്ന് തടവിയൊക്കെ ഇരുന്നോണം. ഭയങ്കര ചൂട് ഗൈസ്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അവൻ പുറത്തേക്ക് ഇറങ്ങുന്നില്ല കേട്ടോ AC റൂം വിട്ട്. അത്ര ചൂട്, ഭയങ്കര വിയർപ്പ് ഇവിടുത്തെ ചൂട്. ഇത് കണ്ടോ, 2 പ്രാവശ്യം കുളിച്ച് വന്ന ആളാണ് കേട്ടോ. ഇത് കണ്ടോ, എൻ്റെ ഡാഡി കേട്ടോ 2 പ്രാവശ്യം കുളിച്ചിട്ട് വന്നത്. എന്നിട്ട് വിയർക്കുന്നതാണ് ഈ ചൊറിയുന്നത്. ഇത് കണ്ടോ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ബോക്സിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഗൈസ്. അപ്പോൾ നാളെ ഒരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഗൈസ്. ബൈ.